ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്ന ഒരു മനുഷ്യൻ എത്രത്തോളം ശത്രുത എന്ന് വെച്ചാൽ ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് ഒരു പുസ്തകം എഴുതാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നു. ആ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവിചാരിതമായി ആ മനുഷ്യൻ ഇസ്ലാമിനെ പറ്റിയും പ്രവാചകനെ പറ്റിയും ഖുർആനുമൊക്കെ വായിക്കുന്നു. അതിനിടയിൽ അയാൾ മുസ്ലിം ആവുകയാണ്. നെതർലാൻഡിൽ ആ വാർത്ത ഒരു കാട്ടുതീ പോലെയാണ് പടർന്നു പിടിക്കുന്നത്. കാരണം അവരുടെ പാർലമെൻറ്റ് അംഗമായിരുന്നു അദ്ദേഹം. ഇസ്ലാമിനെതിരെ തുറന്നടിച്ച സംസാരങ്ങളും ഇസ്ലാമിനെ തകർത്ത് കളയാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നെതർലാൻഡിൽ അദ്ദേഹം നടത്തിയിരുന്നു. ഇസ്ലാം ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തമാണ്, ഖുർആൻ വിഷമാണ്, പ്രവാചകൻ യുദ്ധക്കൊതിയനാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പോലും പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന്. ആ മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം ഇസ്ലാം സ്വീകരിച്ചു എന്ന് അവിശ്വസനീയം എന്നല്ലാതെ ആ വാർത്തയ്ക്ക് പ്രതികരിക്കാൻ നെതർലാൻഡുകാർക്ക് ആർക്കും സാധിച്ചില്ല എന്നുള്ളതാണ്. ജോറം വാൻ ക്ലവറിൻ്റെ മനോഹരമായ ഇസ്ലാം ആശ്ലേഷത്തിൻ്റെ കഥയാണിന്ന്. വരൂ, കഥയിലേക്കിരിക്കാം.